ഹേ ഗായ്സ്, ഇന്ന് നമ്മളുണ്ടല്ലോ ആലുവ പോവാണ് കേട്ടോ. ആലുവ അമ്പലത്തിൽ ശിവരാത്രിയുടെ ഇത് സംബന്ധിച്ച് കുറേ പരിപാടിയും കാർണിവലും പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ പോയായിരുന്നു. അപ്പം ഇന്ന് ആതിര വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നമ്മൾ ആലുവ വരെ മെട്രോയിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടൊരു ഓട്ടോയോ ഊബർ എന്തെങ്കിലുമൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും 3 പേരുണ്ടല്ലോ, അപ്പം നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും. എന്നാലും ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നല്ല ചൂടുണ്ട്, മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യും തോന്നും. കൊടയാൻ എൻ്റെ കുടയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുട എടുത്തുകൊണ്ടെങ്കിൽ മഴ പെയ്യാതിരിക്കുമോ എന്നറിയില്ല. ഇത് നോക്കാം. Follow and visit our YouTube, Facebook, and Instagram. നല്ല മഴയാണ്. ഇപ്പം ഒന്ന് മഴ ഇങ്ങനെ തോർന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം കടകളൊക്കെ വീടും ഇങ്ങനെ ചെറുതായി ഓപ്പൺ ചെയ്ത് വരുന്നു. ഇന്നലെ ഇതൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മഴയൊക്കെ പെയ്തതാ. അയ്യോ, മഴയ്ക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ വീഡിയോസ് ആണ് ഇത് കേട്ടോ. അയ്യോ, ഇന്നെ പിടിച്ചോണ്ട് അല്ലെങ്കിൽ ഞാൻ ആശയം കൂടി ഇട്ടായിരുന്നു നിലത്ത്. ആരും കണ്ടില്ല, ചേട്ടന്മാര് മാത്രമേ കണ്ടുള്ളൂ. 2 പേര് അവര് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയായിരുന്നു. ആതിരപ്പോ വീഴാൻ പോയി ഗൈസ്. അതാണ് ഇപ്പൊ വീഡിയോ. ആതിര മാത്രമല്ല കേട്ടോ വീഴാൻ പോയത്. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വത്തും വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രീതിക്ക് ചളി വന്നിട്ട് വഴുക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഫോൺ കേസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോൺ കേസ് ഉണ്ട്. ആതിരയുടെ ഫോണിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റോക്ക്, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മോഡലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെയും ഇങ്ങനെ പെയ്ത് തോർന്ന് വീണ്ടും ചെറിയ ചാറ്റൽ ഇങ്ങനെ ചീഞ്ഞും കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ കുട കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ചരിത്രമുറങ്ങുന്ന ഈ മണൽപ്പുറത്ത് തിരശ്ശീലകൾ ഉയരുകയാണ്. കണ്ടോ, നല്ല രീതിക്ക് ചളിയുണ്ട് കേട്ടോ. ഈ ഒരു ചളിയിലാണ് സ്വത്ത് വീഴാൻ പോയത്. ആദ്യം മറ്റേ ആ കാർപ്പറ്റില്ല, ആ കാർപ്പറ്റിലാണ് വീഴാൻ പോയത്. എന്തായാലും ഒന്നും പറ്റിയില്ല രണ്ടാൾക്കും. പിന്നെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടാണ് നടന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫുള്ള് കണ്ട് ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നും. പക്ഷേ അവിടെ മറ്റേ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഓഫായിരുന്നു. പിന്നെ കറണ്ട് വരും പോവും. മൊത്തത്തിലൊരു ചീഞ്ഞ ക്ലൈമറ്റായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നല്ല ഇടിവെട്ട് മഴയായിരുന്നു. ഒന്ന് തോർന്നപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കണ ടൈപ്പ് മഴയായിട്ട് തോന്നിയില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഒന്ന് ഒതുങ്ങി. പിന്നെ നമ്മൾ വീട്ടിലെത്താറാകുമ്പോഴേക്കും നല്ല രീതിക്ക് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ വേഗം നിന്നില്ല, വേറെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും റിട്ടേൺ റൂമിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഇന്നലെ മറ്റേ ഫുള്ള് ഇയറിങ്സും ചെയിൻസൊക്കെ വിൽക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ തപ്പി നടന്നപ്പോൾ ഈ ഒരു ഷെഡിൻ്റെ താഴെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ആ വള വാങ്ങിയില്ലേ, ആ ഒരു ബാംഗിൾസ് വാങ്ങി അവിടെ നിന്ന് തന്നെ കേട്ടോ ഈ ഒരു ഇയറിങ്സിൻ്റെ ഇത് കണ്ടത്. അപ്പോൾ ആ ആളുടെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇന്നും വാങ്ങിയത്. അപ്പോൾ ആദ്യം കുറച്ചെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെ കമ്മലുകൾ നോക്കുകയാണ് കേട്ടോ. ഇവരിങ്ങനത്തെ എനിക്ക് ഈ വലുതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ഭയങ്കര
ആ കുഴപ്പമില്ല, രസമുണ്ട്. ആ രസമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ വലിയ ജിബിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വമ്പം വലുപ്പമായിരിക്കും, എനിക്ക് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ആ കൊള്ളാം, നൈസായിട്ടുണ്ട് അത്. അങ്ങനെ നമ്മൾ വരുമ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് മെട്രോ ഇറങ്ങിയിട്ട്, ആലുവ മെട്രോ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ കുറഞ്ഞു പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ചാറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, പാലം കടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം നടക്കേണ്ടി വന്നു കേട്ടോ. ഇപ്പത്തും വിചാരിച്ച് കുറച്ച് നടക്കേണ്ടി വന്നു മെട്രോ സ്റ്റേഷനിലേക്ക്. എന്തായാലും അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട സമയത്താട്ടോ ഞാൻ ഈ ഒരു വന്ദേ ഭാരത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ കുറച്ച് സൂം ചെയ്തെടുത്തതായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ബോക്സ് മീൻസ് ഈ മേക്കപ്പ് ഇടുന്ന ഓർഗനൈസർ, അത് ഞാൻ വാങ്ങിയത് ആ ഒരു ഇപ്പോൾ കണ്ടില്ലായിരുന്നു, ആ ഒരു സ്ഥലത്തു നിന്നാട്ടോ. പിന്നെ ഇതാ ഈ ഒരു പാലം കടന്ന് നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഒരു വണ്ടി ഓട്ടോ വിളിക്കുന്നേക്കാളും നല്ലത്, ആ ഓട്ടോ ചേട്ടൻ തന്നെ പറഞ്ഞു, ഓട്ടോ വിളിക്കുന്നേക്കാൾ നല്ലത് ഈ ഒരു പാലം കടന്ന് അപ്പുറം കടന്ന് കുറച്ച് നടക്കുന്നതാണ്, അത്ര നടക്കാനൊന്നുമില്ല. അപ്പോൾ അതാ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നത് നമ്മൾ അപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഈ ഒരു സൈഡ് വ്യൂ കാണാൻ നല്ല രസമില്ല. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പെരിയാറിൻ്റെ ഈ സൈഡൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോരാറാകുമ്പോഴേക്കും ഭയങ്കര തിരക്ക് കേട്ടോ. വമ്പൻ തിരക്ക്. മഴയുള്ള സമയത്ത് തന്നെ നല്ല രീതിക്ക് തിരക്കുന്നുണ്ടായിരുന്നു. മഴയുള്ള ടൈം മഴ ഒന്ന് കുറഞ്ഞപ്പോൾ പിന്നെ ഉണ്ടല്ലോ ഭയങ്കര ജനങ്ങൾ. ഓൾറെഡി ഇന്ന് സൺഡേ ആണല്ലോ, ഒരുപാട് കച്ചവടം കിട്ടുന്ന ടൈമായിരുന്നു പാവം അവർക്കൊക്കെ. പക്ഷേ എന്ത് ചെയ്യാനാ, ആ സമയത്ത് കറക്റ്റ് ആ ഈവനിങ് ടൈം തന്നെ നല്ല ഇടിച്ചു കുത്തി മഴയായിരുന്നു. അപ്പോൾ അതെന്തായാലും നല്ല രീതിക്ക് അവരെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എന്തായാലും എത്തി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഓരോ ഞാനും സത്തും പൈനാപ്പിളും മാംഗോയും ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് മാംഗോ ആണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ പൈനാപ്പിൾ വേണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ മെട്രോ ഒക്കെ എടുത്ത് ആലുവയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നല്ല രീതിക്ക് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിശാലമായിട്ട് നമ്മൾ ഇരുന്നു കേട്ടോ. നമ്മൾ പത്തടിപ്പാലത്ത് എത്തിയിട്ടോ. നമ്മൾ നേരെ വീട്ടിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടോ മഴയും മാറി, എല്ലാം മാറി. നമ്മളവിടെ നിൽക്കുമ്പോൾ എന്താ മഴ, ഇടിച്ചു കുത്തി മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ നല്ലൊരു വിപുലമായൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ അതേ നല്ല മഴ എന്നെ അങ്ങ് ചതിച്ചു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.